ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. നല്ല മണമല്ലേ? ഇത് നല്ലതാ. நல்ல இல்லையா கெட்டதா அது? கௌரி இப்பவே நிறைய சப்பு இல்ல, இனி மழை பெஞ்சதுன்னா அவ்வளவுதான், ஒரு மாதிரி ஆயிடும் இதெல்லாம். അത് തന്നെ, നല്ല ചൂടില്ല ഇപ്പം, അതുകൊണ്ട് മഴ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നാണ് തോന്നുന്നു. ഹലോ, എന്താണ് പരിപാടി? ഇവിടെ സിനിമാ പ്രദർശനം. കോമഡിയേ ആണ്. ചേച്ചി ചൂരം കൊടു, അല്ല പണിയായിട്ട്. ഓ ഹലോ, നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ തന്നെയാണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഓഹോ, അപ്പൊ അതിന് ശേഷം പണിയണ്ടേ? ഇല്ലല്ല, ചേച്ചി ചെയ്യും. ആകെ ഉറക്ക്. എന്താണ് ഇവിടൊക്കെ വൃത്തിയാക്കുന്ന? വീടിന്റെ അകവേ വൃത്തിയാവണല്ല, പരിസരമെങ്കിലും വൃത്തിയാവട്ടെ. എന്താ അങ്ങനെ ഒരു ടോക്ക്? മോളെ, നീയും കല്ലും കൂടെ വീണ്ടാ മൊത്തം പേപ്പർ പിച്ചുവാരിട തന്നെ. அது கௌரி சொன்ன ரொம்ப கரெக்ட் தான். கேஸோட ரூமை பார்க்கணும். அப்பா சாமி பேப்பரு சவரு எல்லாமே அங்கேயே கிடக்கும். ஹாலு அம்மா நினைச்சாலே எனக்கு ஒரு மாதிரியா இருக்கு. പടം വരയ്ക്കാനാണ് ഇത്ര വലിയ പ്രശ്നം? അയ്യോ, ഇയാൾ വലിയ പിക്കാസോ. ഒരു പ്രശ്നമില്ല, താൻ വരച്ചോ. വെറുതെ ഇരിക്കേ, മാങ്ങോർക്ക് കേശോടെ വരുന്നു. വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച രാത്രി ആയിരിക്കും വരണേന്ന്. എന്തരാണത് മാമന്റെ കുട്ടി എല്ലാരും കൂടെ മാങ്ങ ഉറങ്ങണ? നിനക്ക് കുളി തന്നെയൊന്നുമില്ലേ? 4 ദിവസം എടുത്ത് ഈ കല്യാണ വേഷത്തിൽ തന്നെയാണോ? ചേച്ചി, ഞാൻ ആ പടം മൂന്നിയോടെ ഡ്രസ്സേ കൊണ്ടേയുള്ളൂ, തിരിച്ചു മുറിച്ച് കിടണ്ടേ? നിന്ന് തിളങ്ങണം, അതുകൊണ്ട് ചോദിച്ചതാ. സൂപ്പർല്ലേ? ബസ് വരുമ്പോ എല്ലാരും നോക്കുമായിരുന്നു, ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കൂല നോക്കിയത്. കുമാരനിങ് എത്തിയോ? ഇത് എന്തൊരു കോലവാടാ. നീ വയനാട്ടിൽ പുൽപ്പള്ളിയിലെങ്ങാണ്ട് കല്യാണത്തിന് പോയിട്ട് പിന്നെ നേരെ ബാംഗ്ലൂർ എങ്ങാണ്ട് പോയിട്ടൊക്കെ വരത്തുള്ളൂ പറഞ്ഞിട്ട്. പുൽപ്പള്ളിയില് നമ്മള് കല്യാണം കൂടിയിട്ട് വയനാട് ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ മൈസൂർ വിട്ടു, മൈസൂർ ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ ബാംഗ്ലൂർ വിട്ടു, അവിടെയും ചെറിയൊരു കറക്കം കറങ്ങിയിട്ട് ഞാനിങ്ങ് വന്നു. എന്നാ പിന്നെ അവിടെ അടുത്തല്ലായിരുന്നോ ബോംബെ? അവിടെയും കൂടെ കറങ്ങിട്ട് വന്നാ പോരായിരുന്നോ? അവിടെ കറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ബഡ്ജറ്റ് തീർന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂമ്മയെ വിളിക്കാന്ന്. എന്നിട്ട് എന്താ വിളിക്കാൻ? ഞാൻ പൈസ അയച്ചു തന്നേനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിളിക്കാൻ ഞാൻ. ഇനി 2 മാസത്തേക്കിന് ഈ വീടിന് വെളിയിലോട്ട് നീ ഇറങ്ങിയേക്കരുത്, പറഞ്ഞാട്ടാ. സെറ്റ് പോലെ. കേശോടാ, ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? ബാംഗ്ലൂര് മക്കൾക്ക് മേടിച്ചോണ്ട് വരാൻ പറ്റിയ സാധനം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. അപ്പൊ മൈസൂരിൽ നിന്ന് വരുമ്പോ മൈസൂർ പാക്ക് മേടിക്കായിരുന്നല്ലോ. മൈസൂർ പാക്ക് ഒന്ന് ചിരിച്ചു കാണിച്ചവൻ തരില്ല. ജംഗ്ഷനിൽ ഇറങ്ങിട്ടേ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാൻ കാശില്ലാത്തോണ്ട് ഞാൻ അന്തസ്സായിട്ട് നടന്നു വന്നത്, കേട്ടല്ലേ? അതിന്റെ അടുത്ത് വർത്താനം പറയല്ലേ. മക്കളെ, ചേട്ടൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടി വെച്ചത്, അത് തീർന്നുപോയി. നീ മനസ്സിലാക്കണം എന്റെ അവസ്ഥ. അതെ അതെ, അവിടെ നിന്ന് ഇവിടുന്ന് ഇസ്കിയ കാശ് ഉണ്ടായിരുന്നു അല്ലേ? ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നം. സത്യം പറയാലോ അമ്മൂമ്മ, ഞാൻ വിചാരിച്ചാണ് പോയ വഴി അങ്ങ് പോയാൽ മതിയായിരുന്നു, സന്തോഷമായിട്ട് അങ്ങ് പോവായിരുന്നു. സത്യം, ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നേനെ. എപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല, പോണെങ്കിൽ പോവാൻ കേട്ടോ, നമ്മളാരും നടയൂല. ആകെ ഒരൊറ്റ ആന്തരിയേ ഉള്ളൂ, മര്യാദക്ക് വീട്ടിൽ കുത്തിയിരുന്നോണം കേട്ടാ. കണ്ടേ കേശോട്ടാ, ഇത്രയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നു. അറിയാം ഈ ചോദ്യം വരുമെന്ന്. എന്റെ മക്കൾക്ക് ചേട്ടൻ കൊണ്ടുവന്ന എന്തിനാണ്? മുട്ടായി. പിടി. ഹലോ ഹലോ, ഒറ്റയ്ക്ക് കഴിക്കുവാണോ? നമുക്കൊന്നുമില്ലേ? അത് പറ്റത്തില്ല, കല്ല് സമ്മതിക്കത്തില്ല. അപ്പൊ നീ കഴിക്കണേ കുഴപ്പമില്ലേ? കല്ലിനെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവളെന്നെ പഞ്ഞിക്കിടും. எதுவானாலும் 2 நாளைக்கு சாப்பிடுறதுக்கு நிறைய ചോക്ലേറ്റ് இருக்கு இப்போ. 2 നാളേക്ക് ഇപ്പൊ കണ്ടോണം, 1 മണിക്കൂർ കഴിയുമ്പോ ഇത് കാണത്തില്ല. പിന്നെ കനാന്റെ ആന്റിക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. என்னதுடா? ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല, പിന്നെ പറയാം. எனவே எனக்கு ரொம்ப சந்தோஷாச்சு. ഗൗരി சொல்லி கொடுத்தா. എനിക്ക് വയ്യ. ഇതിനിവിടെ നിൽക്കണത്ത് വെക്കൂടി. ഞാനും ആലോചിച്ചു, ഞാൻ പോട്ട്, നിങ്ങളെപ്പോ തൂക്ക്, ഞാൻ പെരുക്കിട്ട് വരാം. പെരുക്ക് തൊള്ളി. പാടാ, നമുക്ക് പോയി മാമ്പഴം വെക്കാം. അത് തന്നെ. ഇത് കല്ലു, ഇത് കല്ലു, ഇതെനിക്ക്,
ഇത് കല്ല് എന്താ ലൂസേ? കുഞ്ഞമ്മ കണക്ക് അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. എന്താ ശരിയാവാത്ത? എനിക്ക് കുറവും കുഞ്ഞമ്മയ്ക്ക് കൂടുതലും. നിനക്ക് 2 മിഠായി കൂട്ടി തന്നാ പോരെ? പോരാ, കൊറേ വേണം. പാറുവേ, നീ എത്ര മിഠായി എടുത്തെന്ന് പറഞ്ഞു കൊടുക്ക്. അമ്മായി വെറുതെ എരുതിയിൽ എണ്ണ അടിക്കല്ലേ. കല്ലു, നിനക്ക് ആവശ്യമുള്ള മിഠായി എല്ലാം ഞാൻ തരാം. നീ അതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട. കഴിച്ചോ. നാ. പാറുവേ, ഇവിടെ ഒരാളെ നിക്കണ കണ്ടാ? എനിക്കും കൂടെ താഴെ ഒരു മിഠായി കൊടുക്കണമല്ലോ. കൊടുക്ക്, അല്ലെങ്കിൽ കൊതി വിടും. ഒരു മിഠായി. ഓ, അപ്പൊ സ്പെഷ്യൽ ചോക്ലേറ്റ് എനിക്കില്ലേ? ഇല്ല. ഓ, സ്പെഷ്യൽ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. ഓഹോ, തരൂല. അത് ഞങ്ങൾ കൊള്ളയാ. അതെ, ഇതെന്താ ഇവിടെ? മിഠായി നിന്ന് ഈ മിഠായൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാനാണ് ഉദ്ദേശം? കഴിച്ചു കൂടെ തീരുന്നു. പോച്ച നല്ല ഇടികൊള്ളും കേട്ടാ. എന്തോരം മിഠായാണ് ഈ കഴിക്കണത്? ഇങ്ങനെയൊക്കെ കഴിച്ചാലേ വല്ല വയറുവേദനയാ പല്ലുവേദനയൊക്കെ എടുക്കും. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ നേരം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ആരോ വന്നപ്പോഴത്തേക്കും കുറെ മിഠായി കൊണ്ടേ കൊടുത്ത്, അതും ഇതേപോലെ ഒറ്റയടിക്ക് 2 പേരും കൂടെ തിന്ന് തീർത്ത്. ഇതൊന്നും അത്ര നല്ല ശീലമല്ല കേട്ടാ. കുറച്ചും കൂടെ കഴിക്കട്ടെ. ഒരു കഴിക്കലും ഇല്ല, മതി കഴിച്ചത്. പാറുവേ, എല്ലായിടത്തും വെച്ചേ. ഞാൻ പറഞ്ഞ വെക്കാന്ന് ഇവിടെ സമ്മതിക്കാൻ. ഞാൻ കേശു, കേശുവേ, ഓ ഇവിടെ വാ. ആ ആടാ, ഞാൻ വിളിക്കാം. എന്തി ഇത് കണ്ടാ നീ? എടാ, നീ മിഠായി മേടിച്ചോണ്ട് കൊടുക്കണേ കുഴപ്പമില്ല. 2 എണ്ണം കൊടുത്തിട്ട് ബാക്കി കൊണ്ട് വെച്ചുകൂടായിരുന്നോ? ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? എല്ലാം കൂടെ ഒരുമിച്ച് ചോറുണ്ടെന്ന് കൂടെ മിഠായി കഴിക്കണത്. ഹലോ പാറുടേ, എന്തോന്നു ഒരു മയത്തിലൊക്കെ തിന്നെ? ഇതൊക്കെ ഷുഗർ ആണ്. അതെ, കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം 1 or 2 കഴിക്ക്, മതി. ചിരിക്കണോ? പിള്ളേരല്ലേ പോയിട്ട് കഴിക്കട്ടെ. സിജുനോടില്ലോ, ഇവക്കൊന്നും നമ്മളെ പേടിയില്ല അമ്മായി. ഇവർക്കേ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം, നോക്കിക്കോ, 2നും കിട്ടും. സിദ്ധുവേ, വന്നേ, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ. നോക്കി ഇത് കണ്ടോ? ആഹാ, 2 ക്യൂട്ടീസും മിഠായി കഴിക്ക. മൊത്തം കഴിക്കണോട്ടോ. മൊത്തം കഴിക്കുക. ഇതെന്ത് ചോറും കറിയാ? കഴിച്ചാട്ടെ, എന്നിപ്പോ എന്താ കുഴപ്പം? പൊന്നു സിദ്ധു, ഇത് ഇങ്ങനെ ഇരുന്ന് കഴിച്ചാലല്ല പല്ലുവേദന വയറുവേദന ഒക്കെ എടുക്കും. നീ കൊണ്ടുപോകും ആശുപത്രിയില്. ഞാൻ കൊണ്ടു. ദൈവമേ, ഏത് നേരത്താണാവോ വന്നേ? അതെ, ഇന്നിവിടെ വിളിച്ചു വരുത്തി എന്തിനാന്നറിയോ? ഈ പിള്ളേരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ സിദ്ധു, ഇത്ര മിഠായി ഒന്നും കഴിക്കാൻ പാടില്ല, ശരീരത്തിന് കേടാ. അറിയാൻ പാടില്ല അതൊന്നും. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ശരിയാക്കി തരാം. ഹലോസേ, പാറുസേ, കൊറേ മിഠായി കഴിച്ചു. ഇനി മിഠായി കഴിക്കണ്ട, പല്ലുവേന വരും. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പല്ലുവേന വന്നത്? അതൊക്കെ അങ്ങ് മാറിക്കോളും. ഞങ്ങൾ മിഠായി കഴിക്കും. അവര് കഴിക്കുന്ന പറയണേ. പൊന്നു സിദ്ധു, ഒന്ന് ചൂടായിട്ട് സംസാരിക്കും. ചൂടായിട്ട് സംസാരിക്കണമല്ലേ? നിങ്ങക്ക് അതാണോ വേണ്ടത്? ഹലോസേ, ഞാൻ പറയുവാ, ഒരുപാട് മിഠായി നീ കഴിച്ചു. ഇനി നീ മിഠായി കഴിക്കണ്ട. പാറു നിന്നോട് കൂടിയാ. ഞങ്ങൾ മിഠായി കഴിക്കുന്ന പറഞ്ഞാൽ കഴിക്കും. ഞാൻ കേട്ടല്ലോ. അത് ശരി, പിള്ളേർക്ക് ഇപ്പൊ വന്നൊന്നൊരു വിലയില്ലല്ലോ. എങ്ങനെ വില കാണും? പിള്ളേരുടെ താളത്തിനൊപ്പം തുള്ളു. ഓക്കെ, മിഠായി ഇവിടെ ഇരുന്നാലല്ലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അമ്മ കുറച്ച് പിടിച്ചേ, പിടിച്ചേ, പിടിച്ചേ. നീ കവറ കിട്ടോ? ആരം കിട്ടും. മൊത്തമേ ഞങ്ങൾ തന്നെ കഴിയും. എന്ത് ചെയ്യും? കഴിയടാ, നീ മേടിച്ചോണ്ടല്ലേ? പിന്നെ
നിങ്ങളുടെ അടുത്ത് ഞാൻ പുറവശത്തോട് വന്ന് നിൽക്കാൻ പറഞ്ഞില്ലേ? ഇതുകൊണ്ട് ആടി ആടി വരുന്നു. പെട്ടെന്ന് വാങ്ങോട്ട്. കുറച്ചും കൂടെ പതുക്കെ വരായിരുന്നു. എത്ര നേരെ വരാൻ പറഞ്ഞിട്ട് നീ അവിടെ പോയി കിടക്കുമായിരുന്നു. ഇങ്ങോട്ട് വരുന്ന കഴിക്കേ അമ്മനെ പിടിച്ചു നിർത്തി പാല് കുടിപ്പിച്ചു. എന്താ കുഞ്ഞമ്മ വരാൻ പറഞ്ഞേ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഇതെവിടുന്നാ? കേശേട്ടൻ കൊണ്ടുവന്നപ്പോ ഞാൻ ആദ്യമേ മാറ്റി വെച്ചതാ. അപ്പൊ എന്നെ പറ്റിച്ച് മാറ്റി വെച്ചല്ലേ? ഞാൻ പറ്റിച്ച് മാറ്റി വെച്ചതൊന്നുമല്ല. മാറ്റി വെച്ചത് കൊണ്ട് നമുക്കിപ്പോ കഴിക്കാൻ പറ്റുമല്ലോ. ഇന്ന് എടുക്ക്. What you wanna do? It's on you. What you wanna do? It's on you. അപ്പൊ ഇതാണ് ഇവിടെ രണ്ടുപേർക്കും കൂടെ പരിപാടി അല്ലേ? രണ്ടും കൂടെ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു അല്ലേ? ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, കഴിക്കൂല. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ഇങ്ങോട്ട് വാ. ഇപ്പൊ കാണിച്ചരാം, ഇപ്പൊ കാണിച്ചരാം. എന്താ രണ്ടിനും കൂടെ കാണിച്ച പണിയുണ്ടാ? എന്തുവാ? നേരത്തെ കൊണ്ടുവന്നില്ലേ മുട്ടായി? ഇവിടെ കുറച്ചെടുത്ത് മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൈയോടെ പൊക്കിയപ്പം എനിക്ക് കൈക്കൂലി തരാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലേ രണ്ടിന്റെ അടുത്ത് മിഠായി കഴിക്കരുതെന്ന്. ഒരെണ്ണം കഴിച്ചോളൂ ചേച്ചി. ഒരെണ്ണം കഴിച്ചോളോ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ശരിക്കും നീയൊക്കെ കൂടെ എനിക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. ഇതിപ്പോ എല്ലാവരോടും പറയും ഞാൻ കാരണമാണ് നീയൊക്കെ ഈ മുട്ടായി തിന്നണെന്ന്. ആ നീ കാരണം തന്നെ. ഏത് സമയത്താണ് ആ മുട്ടായിലാണ് മേടിച്ചോണ്ടാൻ തോന്നുന്നത്? ചേച്ചി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? മിഠായി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാന്ന് വെച്ചാൽ രണ്ടെണ്ണം തപ്പി കണ്ടുപിടിക്കും. നേരത്തെ അളിയൻ പറഞ്ഞ പോലെ ഇതങ്ങനെ തിന്നു നിർത്താൻ പ്രശ്നമില്ലല്ലോ ചേച്ചി. എനിക്കൊന്നും വേണ്ട, ഇതിന് മാത്രം മതി. ഞാൻ കുറെ കഴിച്ച്, നീ ഒന്ന് തീർക്ക്. പിന്നെ ഞാൻ നേരത്തെ കഴിച്ചെല്ലാം കൂടെ ഒരുമാതിരി വേറെ വരുവിരിക്കാണ്, ശരിയാവില്ല. പിന്നെ അമ്മായി കഴിക്ക്. അയ്യോ എനിക്കാണ്, ഞാൻ ഷുഗർ കട്ട്. എന്നാ പിന്നെ ഞാൻ കഴിച്ചോളാം. കറക്റ്റാ, കഴിച്ച് ഷുഗർ കൂടി പിന്നെ ഹോസ്പിറ്റലിലോട്ട് എടുത്തോണ്ട് കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടെ പെറുക്കിയാതെ ആ പറമ്പിലേക്ക് എറിയും. കാശ് മുടക്കി മേടിച്ച സാധനമാണത്. கேசு அப்படின்னா என்கிட்ட கொடு, நான் எடுத்து வைக்கிறேன். ஒண்ணு நான் சாப்பிடுறேன். ഇതല്ലേ നേരത്തെ പറഞ്ഞ് എടുത്തു വെച്ചാൽ അതുങ്ങൾ എടുത്ത് കഴിക്കുന്നു. ഡേയ് ഒരു കാര്യം ചെയ്യാം, സിദ്ധുവിനെ വിളി. സിദ്ധു ആകുമ്പോ ഇതെല്ലാം കഴിച്ചു തീർത്തോളൂ. എന്തിനാ സിദ്ധുവിനെ വിളിക്കുന്നേ? അമ്മ അച്ഛനെ വിളിക്കില്ല, മുഴുവനും തീർക്കും. അതാണ് നമ്മുടെ ആവശ്യം. അളിയോ എടാ എന്തുവാടാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? മനുഷ്യന് കുറച്ച് സ്വസ്ഥത. നിങ്ങൾ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ മനുഷ്യ? എന്താ പിള്ളേരുടെ കയ്യിലേക്ക് നോക്കിയേ. മിഠായോ? നമ്മളിത് കഴിച്ച് തീർത്തതാണല്ലോ. എടാ കിഴങ്ങ, നീ ഇത് ഇവർക്ക് വീണ്ടും വാങ്ങിച്ചു കൊടുത്താ? തേങ്ങ ഇത് ഞാൻ നേരത്തെ മേടിച്ചു കൊടുത്തതിന്റെ ബാക്കി ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഒളിപ്പിച്ചു വെച്ചാ? കൊള്ളാല്ലേ, മക്കള് കഴിച്ചോട്ടാ. എന്റെ പൊന്നു സിദ്ധു, ഒരുപാട് മിഠായി കഴിക്കുന്ന ശരീരത്തിന് കേടാണെന്ന് നിന്നെ ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കണം? കുറച്ച് മിഠായല്ലേ, പിള്ളേര് കഴിക്കട്ടെ, അവരുടെ പ്രായല്ലേ. സിദ്ധുവേ, എന്തായാലും ഇനി പിള്ളേർക്ക് മിഠായി കൊടുക്കാൻ പറ്റൂല. സിദ്ധു നേരത്തെ പറഞ്ഞ ഐഡിയ ആണ് ബെസ്റ്റ്. സിദ്ധു കഴിക്കും. ഞാൻ തന്നെ കഴിക്കണോ? ആ സിദ്ധു കഴിക്കണം. അവര് കഴിച്ചോട്ടെ. അച്ഛന്റെ പേടിയാ, ഷുഗർ വരുന്ന പേടി അല്ലേ അച്ഛാ? അളിയാ അങ്ങനെ പേടിയുണ്ടാ? പേടിയാ എനിക്കാ? എന്റെ ഹെൽത്തി ബോഡിയാടാ, ഹെൽത്തി ബോഡി. പാറൂസേ മിഠായിതാ. തരത്തില്ല. അളിയാ ഓ തട്ടിപ്പറി മിഠായി. അലമ്പ് കാണിക്കില്ല. പറഞ്ഞിട്ട് മൂത്താരെ കൈവക്കരുതെന്ന്. അളിയാ മിഠായിയുടെ കവറെല്ലാം ഒരുക്കളാ, എനിക്ക് മൊത്തം കഴിക്കണം. നാളെ
എന്തിനാളിയാ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്തിനീ? ഒന്നുമില്ലടാ. എന്നാ ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. അളിയാ പിന്നെ ഞാനേ പറയാമെന്ന് പറഞ്ഞല്ല. അളിയാ എന്താടാ? കേളളിയാ, കേട്ടോണ്ടിരിക്കുക, നീ പറ. ഞാൻ വയനാട് ഒരു കല്യാണത്തിന് പോയില്ലേ, ആ. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട്, അവന്റെ അച്ഛന് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ കിണ്ണം കാച്ചി എസ്റ്റേറ്റ്. അളിയാ, ആ എസ്റ്റേറ്റില് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിലാണ് നമ്മളെല്ലാവരും കൂടി രാത്രി കിടന്നുറങ്ങിയത്. അവിടെ പുലി ഇറങ്ങുമെന്ന് പറഞ്ഞളിയോ? അതിന് അല്ല, നല്ല വലിയ പുലി ഇറങ്ങുമെന്ന്. പുലി, മ്ലാവ്, മയില്, മാന്, അതൊക്കെ അവിടെ തന്നെ കറങ്ങി അടിച്ച് കിടക്കും. എടാ, ഇതൊക്കെ എന്തിനാണ് കിഴങ്ങ എന്റെ അടുത്ത് ഒന്ന് പറയുന്നേ? എന്താണോ നിന്റെ പ്രശ്നം? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ സമാനത്തിൽ ഇരിക്കുമല്ലായിരുന്നോ? അല്ലല്ലയാ, ഞാനേ അളിയാ, ഞാൻ പറഞ്ഞ് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ കാര്യവും കഥയൊക്കെ പറഞ്ഞ്, അപ്പൊ അവർക്കെല്ലാം നമ്മളെ കാണണമെന്ന് ഒരേ നിർബന്ധം. എന്തിന്? എന്തോന്ന് ഫാമിലിയുടെ കഥ പറഞ്ഞപ്പം നമ്മളെയൊക്കെ കാണണമെന്ന് ഒരേ നിർബന്ധം അല്ലേ? ഓ തന്നെ. സിദ്ധുവേ, അവിടെ ഏതോ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. അതെ, ഒരു നാടാവുമ്പോ അവിടെ ഒരുപാട് പെൺകുട്ടികൾ കാണും. അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ കാണാതിരിക്കാൻ ഞാൻ കണ്ണടച്ചൊന്നും അല്ലല്ലോ പോയത്. വൃത്തിയായിട്ട് ചളി അടിച്ചിട്ട് വരല്ലേ? എന്താണ് ഇവിടെ? അവന് വയനാട് പോണോന്ന്. വയനാടാ? നീ അവിടെ നല്ലടാ വന്നേ? അല്ല, അങ്ങനല്ല, നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ടൊരു ടൂർ പോവാന്നുള്ള രീതിയിലെങ്കിലും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അളിയാ? അല്ല സിദ്ധു, എന്ത് കഷ്ടമാ നോക്കി. ഞാൻ മര്യാദക്ക് ഇവിടെ സമാനത്തിൽ ഇരിക്കുമല്ലായിരുന്നോ? നിങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അത് ചോദിക്കാനാ വന്നത്. നീ കൊറേ നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്നാ നേരെ ചൊവ്വേ ഉറങ്ങണൂല, വെറുതെ തിരിഞ്ഞും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്. എന്തെങ്കിലും വയ്യാമെങ്കിൽ ആശുപത്രി പോട്ടോ. എന്തെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാം. അളിയാ, അപ്പളേ നാളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോ അങ്ങ് ചെല്ലും. വേണ്ട, വൈകിട്ട് വിടാം. വൈകിട്ട് വിടുമ്പോ വെളുപ്പിനെ ആവുമ്പോ ചുരം കയറാൻ പറ്റും. എന്താ പറയണ? കേശൂടാ, പോകുന്നുണ്ടെ ഞാൻ അറിയിക്കാം. തൽക്കാലം അപ്പുറത്തെങ്ങാനും പോയിരിക്കും. മൂഡ് ശരിയല്ല എന്ന് തോന്നുന്നു ലേ? ലേ ഇല്ല ഇല്ല അതെ, എന്താ? നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോയതാ. എനിക്കൊന്നും വയ്യ. ഒരു കാര്യം അമ്മായി കൂട്ടി പോകാൻ നോക്ക്. അമ്മായിനെയും കൂട്ടി പോകാനാണെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണോ? എന്നാ എങ്ങോട്ടേലും പോ. അളിയാ, പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം വയനാട് പോകണമെന്ന്. ആണോ? അല്ലേ കല്ലു? അപ്പൊ നമുക്ക് പോണ്ടേ? ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ദുബൈന്ന് ആരെങ്കിലും വിളിച്ചാ? വിളിച്ച്. ആരാ വിളിച്ചേ? അറബാബു വിളിച്ച്. എന്തിന്? അയാൾ അവിടെ കിടന്ന് കരയണ്. എന്തിന്? എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണമെന്ന്. ഒയ്യോ പാവം. അറബാബു, നിന്നെ കെട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സിദ്ധുവേ, ഞാനും അല്ല സിദ്ധു, എന്റെ അമ്മായി ഒന്ന് പോയി താ. കഷ്ടമുണ്ട് കേട്ടോ. ഒരു കാര്യം, അല്ല വയനാട് പോകാൻ പ്ലാൻ ഫിക്സ് ചെയ്യാണെങ്കിൽ പറയണേ. അതിപ്പോ ഫിക്സ് ചെയ്യും അല്ലേ? മക്കളെ നിക്കടാ. അളിയാ, അളിയന് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറയാവോ? മക്കളെ, എനിക്ക് നല്ല വയറുവേദന. ഒരുപാട് മിഠായി കഴിച്ചില്ലായിരുന്നോ? അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ രണ്ടുപേരോടും പറഞ്ഞേക്കാം. മിഠായി എങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും എടുത്ത് കഴിച്ച ഇതുപോലെ ഇരിക്കും. കേട്ടല്ലോ? വേണ്ടോ? വയറുവേദന വന്നതേ മിഠായി കഴിച്ചിട്ടല്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. നമ്മുടെ മിഠായിയെ ഏറ്റവും കൂടുതൽ കഴിച്ച അച്ഛനല്ലേ, അച്ഛന് വയറുവേദന വേണമെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. നീ അങ്ങനെ പ്രാർത്ഥിച്ച? ഞാനും പ്രാർത്ഥിച്ചു. എന്തോന്ന്? അളിയന് പല്ലുവേദന പറഞ്ഞേന്ന്. ആണോ? നിന്റെ പ്രാർത്ഥന ഏറ്റവും തോന്നുന്നു.
പാവം അച്ഛൻ. ഓ അമ്മ என்ன லட்சு சித்து அம்மா நல்லா சொல்றான். ചിലപ്പോ കുറച്ച് മുന്നേ അച്ഛാന്നായിരിക്കും വിളിച്ച് കരഞ്ഞോണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. என்ன லட்சு என்னாச்சு? എനിക്കറിയാൻ പോയി ചോദിക്ക്. நீ கேக்கலையா? അയ്യോ ഞാൻ ചോദിക്കാൻ പോയപ്പോ എന്നെ കടിച്ചു കയറാൻ വന്നു. கடிச்சு கீரை வந்தானா? அப்படியெல்லாம் அவன் செய்ய மாட்டானே. പിന്നെ എങ്ങനെയാണ് സാധാരണ ചെയ്യാറ്? அவன் ரொம்ப அன்பா பாசமா பேசுவான். ആ ശരി. എന്താ அம்மா சித்து சித்து டேய் சித்துக்கு என்னாச்சுன்னு தெரியலடா, அதான் நான் கேட்டுட்டு இருக்கேன். ഇത് സംഭവം എന്തെന്നറിയോ? ചൂടൊക്കെ അല്ലേ, മാത്രമല്ല മനുഷ്യ മനസ്സിന്റെ കാര്യമാണ് ഈ പ്രഷറൊക്കെ ഇങ്ങനെ ആയിട്ടേ ഈ ഒരു ഇൻവിസിബിൾ ലൈനിലൂടെയാണ് സത്യം പറഞ്ഞത്. എന്തൊക്കെയാ പറയണേ? അല്ല ചിലപ്പോൾ അളിയന് ചെറുതായിട്ട് എന്റെ സംശയം അതല്ല. അമ്മയ്ക്ക് എന്തിനാണ് സംശയം? നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ട്, വസ്തുവൊക്കെ മേടിച്ചു. ഇനി അതൊക്കെ കാണുമ്പോഴേ സൂയക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തു. എന്തോ നമ്മ ചുമ്മാ ഓരോന്നും ആവശ്യമില്ലാതെ പറയാം. അല്ല, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ശാസ്ത്രീയ വശം വെച്ച് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കും. അതെ, എല്ലാരും കൂടി ഇനി ഇവിടെ കിടന്ന് കടിപിടി കൂടണ്ട, ഞാൻ പോയി തട്ടാം. തട്ടാന്നാ? തട്ടി വിളിക്കാം. എന്താടാ എന്തല്ലയാ? വയനാട് പോണാ? വയനാടാ? വയനാടൊന്നും പോണ്ട. അളിയൻ എന്ത് പറ്റി? എന്താടാ എന്ത് പ്രശ്നം എന്ന് പറയലയാ? നല്ല വേദന. നല്ല വേദനയാണെങ്കിൽ പ്രശ്നമില്ല. എന്താണ് വേദന? നല്ല പല്ലുവേദന. കൊറേ മിഠായി കഴിച്ചില്ലായിരുന്നോ? ഉള്ളിലെ നേരത്തെ ഒരു പോടുണ്ടായിരുന്നു, അത് അടച്ചു വെച്ചിരുന്നതാ. ഇപ്പൊ മിഠായി എല്ലാം കൂടെ കഴിച്ചിട്ടാണ് തോന്നുന്നത്, അത് തുറന്നു. ഭയങ്കരമായിട്ട് വേദനിക്കുക. അളിയാ ഞങ്ങളുടെ അടുത്ത് വയറുവേദന എന്നല്ലേ പറഞ്ഞേ? ആ നേരത്തെ വയറുവേദന ആയിരുന്നു, പക്ഷെ ഇപ്പൊ പല്ലുവേദനയിലോട്ട് കേറി. ഇപ്പം വയറുവേദന ഉണ്ടോ? വയറുവേദനയും ഉണ്ട്. നിനക്ക് എന്തോ ഇവിടെ ജോലി? ഈ സിദ്ധുവിന് പല്ലുവേദന നീ അറിഞ്ഞില്ലയോ? നീ എന്താ ആശുപത്രി കൊണ്ടുവന്നേ? ആഹാ ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ, ആശുപത്രി പോണോ, വയ്യായ്മ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഒടുക്കത്തെ ജാടയും കാണിച്ചിരുന്നു. അപ്പൊ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാ വേദന വന്നേ. അതെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയെ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ. കേശുവാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്തിനാ കുറച്ച് മുട്ടായി മേടിച്ചോന്ന് കൊടുത്തിയായി പോയി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തന്നെ. കല്ലൂസേ, പാറു, വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും ഇല്ല കേട്ടോ. അധികം മിഠായി കഴിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ വയറുവേദനയും പല്ലുവേദനയും എടുത്ത് ഇരിക്കും, മനസ്സിലായാ? അയ്യോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയെ എന്നെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ. നല്ല വേദനയുണ്ട്, ഹോസ്പിറ്റലിൽ എത്ര വട്ടം ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാ ഒന്നും മൈൻഡ് ചെയ്യാൻ മേലായിരുന്നു എന്നെ. അത് പറയണ്ടേ? അമ്മൂമ്മ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാം. അച്ഛന് വയ്യാണ്ടായതേ നമ്മള് പഠിച്ചിട്ടല്ല കേട്ടോ. മിഠായി തിന്നട്ടാ. ഇനി തൊട്ടേ അധികം നമുക്ക് മിഠായി കഴിക്കണ്ട കേട്ടോ. ഓക്കേ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.